ഓരോ ഓണം സീസണും മലയാള സിനിമയ്ക്ക് നേടിത്തരുന്നത് ഓരോരോ പുതിയ പുതിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകളാണ്. എന്നാൽ ഇതേ ബോക്സ് ഓഫീസിൽ പല പല അട്ടിമറി വിജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദിലീപിന്റെ കരിയറിൽ തന്നെ ഏറ്റവും നെഗറ്റീവ് റിവ്യൂ വന്ന സിനിമയായിരുന്നു വെൽക്കം ടു സെൻട്രൽ ജയിൽ. ഇതേ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന സിനിമ ഓണം ബോക്സ് ഓഫീസിൽ അന്ന് നടത്തിയത് ഒരു വലിയ അട്ടിമറി വിജയമായിരുന്നു. ഇക്കഴിഞ്ഞ ഓണം ക്ലാഷിൽ ദുൽഖർ സൽമാന്റെയും നിവിൻ പോളിയുടെയും സിനിമകൾ ഉണ്ടായിട്ടും അവിടെ വിജയിച്ചത് RDX എന്ന സിനിമയായിരുന്നു. ഇതേപോലെ ഓണം ബോക്സ് ഓഫീസുകളിൽ അട്ടിമറി വിജയം നേടിയതും ഓണം ബോക്സ് ഓഫീസിനെ നിലംപരിശാക്കിയതുമായ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതുകൂടാതെ ഈ ഓണം ക്ലാഷിൽ ഏത് സിനിമയാവും ഓണം വിന്നർ ആവുക എന്ന് കമന്റ് ബോക്സിൽ കൃത്യമായി പ്രവചിക്കുന്ന ഒരാൾക്ക് എന്റെ വക ഉറപ്പായും ഒരു ഓണം സമ്മാനം ഉണ്ടായിരിക്കും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരു ഹാപ്പി ഓണം ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ഫസ്റ്റ് വൺ, തലയണ മന്ത്രം. വളരെ ഞെട്ടിക്കുന്ന ഒരു അട്ടിമറി വിജയമായിരുന്നു 1990 ഓണം ക്ലാഷ്. തലയണ മന്ത്രം എന്ന സ്വാഭാവിക കുടുംബ ചിത്രം ശ്രീനിവാസൻ അന്ന് വിജയമാക്കി മാറ്റിയത് മോഹൻലാലിനോടും മമ്മൂട്ടിയോടും മത്സരിച്ചാണ്. ലാലേട്ടന്റെ 2 സിനിമകളാണ് ആ സമയത്ത് റിലീസായത്. അർഹത എന്ന ചിത്രവും ഇന്ദ്രജാലം എന്ന ചിത്രവും. ഈ 2 സിനിമകളും ആക്ഷനും മാസിനും പ്രാധാന്യം കൊടുക്കുന്ന സിനിമകളായിരുന്നു. ഇതുകൂടാതെ മമ്മൂക്കയുടെ അയ്യർ ദ ഗ്രേറ്റ് എന്ന ചിത്രവും ഒളിയമ്പുകൾ എന്ന ചിത്രവും റിലീസായി. ഇവയ്ക്കിടയിൽപ്പെട്ട് ഫ്ലോപ്പ് ആവുമോ എന്ന ഒരു ആവരാധികമായി എത്തിയ ചിത്രം തന്നെയായിരുന്നു തലയണ മന്ത്രം എന്ന ശ്രീനിവാസൻ ചിത്രം. എന്നാൽ ആ സമയത്തെ ഓഡിയൻസിന്റെ സ്വീകാര്യത കൂടുതലും കിട്ടിയത് തലയണ മന്ത്രം എന്ന ശ്രീനിവാസൻ സിനിമയ്ക്കായിരുന്നു. അങ്ങനെ ആ ഓണം ക്ലാഷിലെ വലിയൊരു അട്ടിമറി വിജയമായിരുന്നു തലയണ മന്ത്രം. നെക്സ്റ്റ് വൺ, 1989 വൈശാലി. വൈശാലി എന്ന ചിത്രം മത്സരിച്ചത് വൻ ബിഗ് ബഡ്ജറ്റിൽ വന്ന സിനിമകളോടായിരുന്നു. അവയിലൊന്നായിരുന്നു പ്രിയദർശൻ മോഹൻലാൽ കോംബോയിൽ വന്ന ആര്യൻ എന്ന ചിത്രം. ഇതും കൂടാതെ 1921 എന്ന ഹിസ്റ്റോറിക്കൽ സിനിമയായ മമ്മൂക്ക സിനിമയോടും ഇത് മത്സരിച്ചു. ഇതും കൂടാതെ മമ്മൂക്കയുടെ തന്നെ തന്ത്രം എന്നൊരു ആക്ഷൻ സിനിമ കൂടി ആ സമയത്ത് റിലീസായി. അങ്ങനെ ആ ഓണം സീസൺ റിലീസായ 3 സൂപ്പർ സ്റ്റാർ സിനിമകളോട് മത്സരിച്ചത് വൈശാലി എന്ന ഒരു പുതുമുഖ നായകന്റെ സിനിമയായിരുന്നു. വൈശാലിയിൽ കേന്ദ്ര കഥാപാത്രം ചെയ്തത് തന്നെ ആ സമയത്തെ ഒരു പുതുമുഖ താരമായിരുന്ന സഞ്ജയ് മിത്രയായിരുന്നു. ഇതും കൂടാതെ ബാബു ആന്റണി ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു. എന്നിരുന്നാൽ പോലും ഒരു പുരാണ കഥയായ ആ സിനിമയ്ക്കായിരുന്നു ആ സമയത്ത് ബോക്സ് ഓഫീസിൽ ഏറ്റവും അധികം തിളങ്ങാനായത്. നെക്സ്റ്റ് വൺ, 1989 നായർ സാവ്. നായർ സാവ് എന്ന സിനിമ ഒരു വമ്പൻ സിനിമ തന്നെയാണ്. അതൊരു അട്ടിമറി വിജയമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരിക്കാം. എന്നാൽ ഈ പറയുന്ന ക്ലാഷ് റിലീസായ സിനിമകൾ കൂടി ഒന്ന് പരിഗണിച്ച് നോക്കാം. അതേ വർഷം റിലീസായ ചിത്രമായിരുന്നു കമലഹാസൻ നായകനായ ചാണക്യൻ എന്ന ചിത്രം. കമലഹാസൻ അവസാനമായി മലയാളത്തിൽ നായകനായ ചിത്രം കൂടി ചാണക്യനായിരുന്നു. ഈ ചിത്രത്തിൽ ജയറാമും ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ മമ്മൂക്കയുടെ തന്നെ ജാഗ്രത എന്ന CBI ഡയറിക്കുറിപ്പിന്റെ സീക്വൽ മൂവിയും അതേ ഓണം സീസണിലാണ് റിലീസായത്. ഇതും പോരാഞ്ഞ് ലാലേട്ടൻ പ്രിയദർശൻ കോംബോയിൽ വന്ന വന്ദനം എന്ന ചിത്രവും അതേ സമയത്താണ് റിലീസായത്. അതും ചിത്രം എന്ന ഇൻഡസ്ട്രീറ്റിന് ശേഷം വരുന്ന അവരുടെ കോംബോ സിനിമ. അതിന്റെ പ്രധാന കാരണം സിനിമയുടെ ആ ട്രാജഡി ക്ലൈമാക്സ് ആയിരുന്നു. എന്നിരുന്നാലും ഈ ഒരു ക്ലാഷ് റിലീസ് ഏറ്റവും അധികം ഗുണം ചെയ്തത് നായർ സാവ് എന്ന ജോഷി സിനിമയ്ക്കായിരുന്നു. ഈ സിനിമ തന്നെയായിരുന്നു അന്ന് ക്ലാഷ് വിന്നറായി മാറിയത്. നെക്സ്റ്റ് വൺ, അദ്ദേഹം എന്ന ഇദ്ദേഹം. ഇത് ശരിക്കും അട്ടിമറിയാണോ അത്ഭുതപ്പെടുത്തലാണോ എന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. അത്രത്തോളം വലിയൊരു അട്ടിമറി വിജയമായിരുന്നു അദ്ദേഹം എന്ന ഇദ്ദേഹം എന്ന ഈ സിനിമ നേടിയത്. രാജസേനൻ സംവിധാനം ചെയ്ത ഒരു സ്വാഭാവിക കുടുംബ സിനിമയായിരുന്നു ജയറാമിന്റെ അദ്ദേഹം എന്ന ഇദ്ദേഹം. ഈ സിനിമയ്ക്കൊപ്പം ക്ലാഷ് വെച്ച സിനിമകളെ നമുക്കൊന്ന് നോക്കാം. അവയിലൊന്നായിരുന്നു സിബി മലയിലിന്റെ മോഹൻലാൽ ഡബിൾ റോളിൽ വന്ന മായാമയൂരം എന്ന സിനിമ. ഇതും കൂടാതെ ലാലേട്ടന്റെ മറ്റൊരു സിനിമ കൂടി ആ ഓണം റിലീസുകളിൽ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഗാന്ധർവം. വൻ ഹൈപ്പിൽ, അതായത് യോധയ്ക്ക് ശേഷം അതേ ആക്ടർ ഡയറക്ടർ കോംബോയിൽ വരുന്ന സിനിമ എന്നതുകൊണ്ട് തന്നെ വൻ ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു ഗാന്ധർവം. ഇതും കൂടാതെ ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയ്ക്കുള്ള എല്ലാ സെറ്റപ്പുകളും ഗാന്ധർവം എന്ന സിനിമയ്ക്കുണ്ടായിരുന്നു. അതും കൂടാതെ മമ്മൂക്കയുടെ സരോവരം എന്നൊരു സിനിമ കൂടി ഈ സമയത്ത് റിലീസായി. ഇവയിൽ ഗാന്ധർവവും ഒരു വൻ വിജയമായി മാറി. എന്നാൽ ഗാന്ധർവത്തിന്റെ ബഡ്ജറ്റ് അത്ര വലുതായതുകൊണ്ട് തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് എത്താൻ ഗാന്ധർവത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ലോ ബഡ്ജറ്റിൽ ഇറങ്ങിയ അദ്ദേഹം എന്ന ഇദ്ദേഹം എന്ന സിനിമ അന്ന് വൻ വിജയമായി മാറി. അതുകൊണ്ട് തന്നെ ആ വർഷത്തെ ഓണം വിന്നറും ഈ സിനിമയായിരുന്നു. ഇവയ്ക്ക് ശേഷം 2000-കളിൽ ഒരുപാട് പല
അത്ഭുതങ്ങൾ സംഭവിച്ച ക്ലാഷ് റിലീസുകൾ ഉണ്ടായിട്ടുണ്ട് ഓണം സീസണിൽ തന്നെ. അവയിൽ ചിലതൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. ഉദാഹരണത്തിന് 2001 രാവണപ്രഭു, രാക്ഷസ രാജാവ്, നരേന്ദ്രൻ മകൻ, ജയകാന്തൻ മക, ഈ 3 സിനിമകളും ഒരുമിച്ചാണ് റിലീസായത്. ഇക്കൂട്ടത്തിൽ ഏറ്റവും ഹൈപ്പ് കിട്ടിയ സിനിമ രാക്ഷസ രാജാവിനായിരുന്നു. മമ്മൂക്കയും ലാലേട്ടനും തമ്മിൽ ഒരു ക്ലാഷ് റിലീസ് വരിക, ഇവയിൽ തന്നെ മമ്മൂക്കയുടെ സിനിമയിൽ ദിലീപിന് കൂടി പ്രാധാന്യം നൽകുക, അങ്ങനെയുള്ളൊരു മൾട്ടി സ്റ്റാർ സിനിമ വരുമ്പോൾ ഓപ്പോസിറ്റ് വന്ന രാവണപ്രഭു. എന്നിട്ടും ആ ക്ലാഷ് റിലീസിൽ വൻ ഹിറ്റായി മാറിയത് രാവണപ്രഭു ആയിരുന്നു. ഇതും പോരാഞ്ഞ് ഇതിന്റെ പിറ്റേ വർഷം തന്നെ, അതായത് 2002 മീശമാധവനായിരുന്നു ഓണം വിന്നർ ആയത്. ഈ മീശമാധവൻ റിലീസായത് ജൂലൈയിലായിരുന്നു. ഇതെങ്ങനെയാണെന്ന് പറയാം. അതായത് ആ ഓണം റിലീസിൽ കാര്യമായ രീതിയിൽ മലയാള സിനിമയിലെ വലിയ ക്ലാഷുകളൊന്നും നടന്നില്ല. എന്നാൽ മലയാളത്തിൽ ആ വർഷം റിലീസായ മറ്റൊരു ബ്രഹ്മാണ്ഡ സിനിമയായിരുന്നു താണ്ഡവം. നരസിംഹം എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം മോഹൻലാൽ, ഷാജി കൈലാസ് ടീമിന്റെ അടുത്ത സിനിമ കൂടിയാണ് താണ്ഡവം. എന്നാൽ താണ്ഡവ സിനിമ ബോക്സ് ഓഫീസിൽ അന്നൊരു വൻ ഫ്ലോപ്പായി മാറി. ഇതും കൂടാതെ താണ്ഡവത്തിനൊപ്പം ഇറങ്ങിയ മറ്റു സിനിമകളും ഫ്ലോപ്പായി. അതുകൊണ്ട് തന്നെ ആ വർഷത്തെ ഓണക്കാലത്ത് ഏറ്റവും അധികം കളക്ഷൻ നേടിയത് ജൂലൈ മാസത്തിൽ റിലീസായ മീശമാധവനായിരുന്നു. മീശമാധവൻ ഏറെക്കുറെ 200ഓളം ദിവസങ്ങളിൽ ഫുൾ ഷോ കളിച്ചിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഓണം സീസണിലും ഏറ്റവും അധികം പണമാരിപ്പണമായി മാറിയത് മീശമാധവനായിരുന്നു. ഇതും ശരിക്കും പറഞ്ഞാൽ ഒരു അട്ടിമറി വിജയം തന്നെയാണ്. ഇതിനുശേഷം പിന്നീട് വലിയ വലിയ അട്ടിമറികൾ പലത് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ പറയാം. ഇതിനുശേഷം നടന്ന ചെറിയൊരു അട്ടിമറി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ്, എന്നാൽ അതൊരു വിജയമായി മാറിയില്ല. 2005 നരൻ എന്ന സിനിമയ്ക്കൊപ്പം റിലീസായ ചാന്തുപൊട്ട്. നരനായിരുന്നു ക്ലാഷ് വിന്നറായി മാറിയതെങ്കിലും ബഡ്ജറ്റ് വൈസ് ചെറുതായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു ക്ലീൻ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് കൂടി ചാന്തുപൊട്ട് നേടി. ചാന്തുപൊട്ട് എന്ന സിനിമ ആ സമയത്ത് ക്ലാഷ് വെച്ചത് തന്നെ വലിയൊരു ധൈര്യമാണ്. കാരണം ലാലേട്ടൻ ജോഷി കോംബോയിൽ വരുന്ന പക്ക മാസ് മസാല സിനിമ, അതിനൊപ്പം ക്ലാഷ് വെച്ച് ഒരു വൻ അട്ടിമറി വിജയം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു വൻ വിജയം നേടിയ സിനിമയായിരുന്നു ചാന്തുപൊട്ട്. ഇതിനുശേഷം പിന്നീട് 2013 വലിയൊരു അട്ടിമറി വിജയം നടന്നു. അതായത് 2013 ഓണം സീസൺ റിലീസായ സിനിമകളായിരുന്നു ഏഴാമത്തെ വരവ്. ഈ സിനിമയിൽ നായകൻ ഇന്ദ്രജിത്താണ്. എന്നാൽ ഈ സിനിമ പഴശ്ശിരാജയ്ക്ക് ശേഷം ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു. ഇതിനൊപ്പം റിലീസായ സിനിമയായിരുന്നു മമ്മൂക്ക യേശുദേവന്റെ വേഷത്തിൽ, അല്ലെങ്കിൽ യേശുദേവനോട് സാമ്യം തോന്നുന്ന വേഷത്തിലെത്തുന്ന ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്. ഇതും കൂടാതെ അതേ ഓണം സീസൺ റിലീസായ ചിത്രമായിരുന്നു ഡി കമ്പനി. ആസിഫ് അലി, ജയസൂര്യ, ഫഹദ് ഫാസിൽ, അനു മേനോൻ, അങ്ങനെ ഒരു വൻ താരനിര അണിനിരുന്ന സിനിമ കൂടിയായിരുന്നു ഡി കമ്പനി. എന്നാൽ ഇവയെല്ലാം തട്ടിമാറ്റി അന്ന് ഓണം വിന്നറായി മാറിയത് ദിലീപിന്റെ ഒരു സ്വാഭാവിക കോമഡി സിനിമയായിരുന്ന ശൃംഗാരവേലനായിരുന്നു. അങ്ങനെ ആ ഓണം ക്ലാഷിൽ വലിയൊരു അട്ടിമറി വിജയമാണ് അന്ന് നടന്നത്. ഇതേപോലെ തന്നെ 2015 ഓണം സീസൺ റിലീസായ സിനിമകളായിരുന്നു ഊഴം, ഒപ്പം, കൊച്ചവ പൗലോ, ഒരു മുത്തശ്ശികർ. ഈ സിനിമകളിൽ ഓണം വിന്നറായി മാറിയത് ഒപ്പമായിരുന്നു. എന്നാൽ ഒപ്പത്തിന് ശേഷം ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമ ദിലീപിന്റെ വെൽക്കം ടു സെൻട്രൽ ജയിലായിരുന്നു. ജിത്തു ജോസഫ്, പൃഥ്വിരാജ് കോംബോയിൽ വരുന്ന ഊഴം, പ്രിയദർശൻ, മോഹൻലാൽ കോംബോയിൽ വരുന്ന ഒപ്പം, ഇവയ്ക്കൊപ്പം നിന്ന് ദിലീപിന് വൻ നെഗറ്റീവ് റിവ്യൂ ലഭിച്ച വെൽക്കം ടു സെൻട്രൽ ജയിലും ആ വർഷത്തെ ഓണം സീസണിലെ വലിയൊരു വിജയമായി മാറി. നെക്സ്റ്റ് വൺ, ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള. 2017 ഓണം ക്ലാഷുകൾ നമുക്ക് നോക്കാം. ഇവയിൽ ഒന്നാണ് ലാൽ ജോസ്, മോഹൻലാൽ കോംബോയിൽ വന്ന വെളിപാടിന്റെ പുസ്തകം. മറ്റൊന്ന് പൃഥ്വിരാജിന്റെ ആദം ജോൺ. ഇതുകൂടാതെ മമ്മൂക്കയുടെ പുള്ളിക്കാരൻ ഷാറ. ഈ 3 സിനിമകളോട് മത്സരിച്ച് അന്ന് വിജയിച്ചത് നിവിൻ പോളിയുടെ ഒരു ഫാമിലി എന്റർടൈനറായ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയാണ്. ഇക്കൂട്ടത്തിൽ വെളിപാടിന്റെ പുസ്തകം എന്ന സിനിമയുടെ ജിമ്മിക്ക് കമ്മൽ സോങ് കൊണ്ട് തന്നെ ഒരു വൻ ഹൈപ്പ് ഇന്ത്യ മുഴുവൻ തന്നെ അലയടിച്ചു. എന്നിരുന്നാൽ പോലും അന്ന് ക്ലാഷ് വിന്നറായി മാറിയത് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയായിരുന്നു. ഇതേപോലെ സൂപ്പർ സ്റ്റാറുകൾക്കിടയിൽ നിന്നും ചെറിയൊരു സിനിമ ഓണം വിന്നറായി മാറിയ മറ്റൊരു കഥ കൂടിയുണ്ട്. 2015 കുഞ്ഞിരാമായണം. നെക്സ്റ്റ് വൺ, കുഞ്ഞിരാമായണം. 2015 ഓണക്കാലത്ത് റിലീസായ സിനിമകളായിരുന്നു മമ്മൂക്കയുടെ ഉട്ടോപ്യയിലെ രാജാവ്, പൃഥ്വിരാജിന്റെ ഒരു മൾട്ടിസ്റ്റാർ സിനിമയായ ഡബിൾ ബാരൽ, കുഞ്ചാക്കോയുടെ ജമുന പ്യാരി, ലാലേട്ടന്റെ ലോഹം. ഈ സിനിമകളെ എല്ലാം പിന്തള്ളി അന്ന് ഓണം വിന്നറായി മാറിയത് ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ കോംബോയിൽ വന്ന കുഞ്ഞിരാമായണം, അതായത് ബേസിൽ ജോസഫിന്റെ കുഞ്ഞിരാമായണം. ഈ എല്ലാ സിനിമകളെക്കാളും അന്ന് കളക്ഷൻ നേടിയതും ചെറിയ ബഡ്ജറ്റിൽ വൻ വിജയമായി മാറിയതുമായ സിനിമയായിരുന്നു കുഞ്ഞിരാമായണം. ലോഹം സിനിമയ്ക്കൊക്കെ അന്നുണ്ടായ വൻ ഹൈപ്പ് പോലും സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ് വൺ, 2019 ലാഡ്. 2019 ഓണം സീസൺ ഇന്നും മറക്കാൻ സാധ്യതയില്ല. കാരണം നിവിൻ പോളിയുടെ തന്നെ ഏറ്റവും അവസാനത്തെ ബ്ലോക്ക് ബസ്റ്റർ സിനിമ കൂടി അതാണ്.
അന്നേക്ക് ഓണം സീസണിൽ റിലീസായ സിനിമകളായിരുന്നു പൃഥ്വിരാജിന്റെ ബ്രദേഴ്സ് ഡേ. കലാഭവൻ ഷാജോൺ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായ ഒരു വമ്പൻ കാസ്റ്റിംഗിൽ ഒരുങ്ങിയ സിനിമയായിരുന്നു ഇത്. ഐശ്വര്യ ലക്ഷ്മി, മഡോണ സെബാസ്റ്റ്യൻ, പ്രയാഗ മാർട്ടിൻ, പ്രസന്ന, പൃഥ്വിരാജ്, വിജയരാഘവൻ തുടങ്ങിയ ഒരു വൻ താരനിര അണിനിരുന്ന ഈ കോമഡി ആക്ഷൻ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിച്ചില്ല. ഇതേപോലെ തന്നെ ലാലേട്ടന്റെ ഇട്ടിമാണി എന്ന സിനിമയും ആ ഓണം ബോക്സ് ഓഫീസിൽ റിലീസായ സിനിമയായിരുന്നു. ഇവയെ രണ്ടിനെയും പിന്തള്ളി വൻ വിജയമായി മാറിയത് ലാഡായി, ലവ് ആക്ഷൻ ഡ്രാമ. അതായത് തൊട്ട് കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു അട്ടിമറി വിജയമായിരുന്നു ബോക്സ് ഓഫീസിൽ ഓണത്തിന് നടന്നത്. വൻ ഹൈപ്പിൽ വന്ന ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്തയും നിവിൻ പോളിയുടെ ബോസ് ആൻഡ് കോ എന്ന ചിത്രവും ഇതിനൊപ്പം റിലീസായ ഒരു ചെറിയ റിലീസ് സിനിമയായിരുന്നു RDX. ഈ മറ്റ് രണ്ട് സിനിമകളെ പിന്തള്ളി RDX വൻ വിജയമായി അന്ന് മാറി. ഓണം ബോക്സ് ഓഫീസുകളിൽ നടന്ന അട്ടിമറി വിജയങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ സംസാരിച്ചത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.